ഹലോ ഫ്രണ്ട്സ്, നമ്മൾ വിഷ്വൽ ബേസിക്കിൻ്റെ അടുത്ത പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. ആ പ്രോഗ്രാം എന്ന് പറയുന്നത് വിഷ്വൽ ബേസിക് ഉപയോഗിച്ച് ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫാക്ടോറിയൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം വിഷ്വൽ ബേസിക് ഓപ്പൺ ചെയ്യുക. വിഷ്വൽ ബേസിക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഡെസ്ക്ടോപ്പിൽ നിന്ന് ഈ മൈക്രോസോഫ്റ്റ് വിഷ്വൽ ബേസിക് എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് വിഷ്വൽ ബേസിക് ഓപ്പൺ ആയിരിക്കുകയാണ്. അതിൽ നിന്ന് standard.xl ആണ് ഡീഫോൾട്ടായിട്ട് വരുന്നത്. അത് ഇവിടെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാനുള്ള ഫോം വിൻഡോ ലഭിക്കും. ആ ഫോം വിൻഡോ ഇച്ചിരി വലുതാക്കി നിങ്ങൾ ഡിസൈൻ ചെയ്യുക. ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുവാൻ വേണ്ടി നമ്മൾക്ക് 3 കമ്പോണൻസ് ആണ് വേണ്ടത്. ഒരു ലേബൽ, ഒരു ടെക്സ്റ്റ് ബോക്സ്, ഒരു കമാൻഡ് ബട്ടൺ. ആദ്യമായി ലേബൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ടൂൾ ബോക്സിൽ ചെന്ന് ഇവിടെ ഈ എ എന്ന് പറയുന്ന ആ ടൂളാണ് സെലക്ട് ചെയ്യേണ്ടത്. ആ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഫോം വിൻഡോയിൽ ഒരു ലേബൽ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കാണാം ഒരു ലേബൽ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. അടുത്തായി ഈ ലേബലിൻ്റെ പേര് മാറ്റുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഇവിടെയുള്ള പ്രോപ്പർട്ടീസ് പാനലിൽ ചെന്ന് ലേബലിൻ്റെ ക്യാപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ലേബൽ 1 എന്നുള്ളത് മാറ്റി എൻ്റർ ആൻഡ് ഇൻറ്റീജർ എന്നാക്കണം. ഇൻറ്റീജർ വാല്യൂസേ നമുക്ക് കൊടുക്കാൻ പറ്റൂ ഫാക്ടോറിയൽ കാണാൻ വേണ്ടി. അതുകൊണ്ടാണ് നമ്മൾ എൻ്റർ ആൻഡ് ഇൻറ്റീജർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യാപ്ഷൻ പ്രോപ്പർട്ടീസ് പാനലിൽ ചെന്ന് ക്യാപ്ഷൻ എൻ്റർ ആൻഡ് ഇൻറ്റീജർ എന്നാക്കണം. അങ്ങനെ ആക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കാണാം ഇവിടെയും ലേബൽ എൻ്റർ ആൻഡ് ഇൻറ്റീജർ എന്ന് ഓട്ടോമാറ്റിക്കലി ആയിരിക്കുകയാണ്. അടുത്തായി നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് ബോക്സ് ആണ് വേണ്ടത്. ആ ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി പിന്നെയും ടൂൾ ബോക്സിൽ ചെന്ന് ഇവിടെ ഈ AB എന്ന് പറയുന്ന ടൂളാണ് നമുക്ക് ടെക്സ്റ്റ് ബോക്സിൻ്റെ ടൂള്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഫോം വിൻഡോയിൽ ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ആയിരിക്കുന്നു. ഈ ടെക്സ്റ്റ് ബോക്സ് നമുക്ക് നമ്പർ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബോക്സ് ബ്ലാങ്ക് ആയിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ ടെക്സ്റ്റ് 1 എന്ന ടെക്സ്റ്റ് ബോക്സിൽ കാണാം. ആ ടെക്സ്റ്റ് 1 എന്നുള്ളത് ബ്ലാങ്ക് ആക്കാൻ വേണ്ടി ഇവിടെ പ്രോപ്പർട്ടീസ് വിൻഡോയിൽ ചെന്ന് ടെക്സ്റ്റ് 1ൻ്റെ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ മാറ്റി ബാക്ക് സ്പേസ് അടിച്ച് ബ്ലാങ്ക് ആക്കി വിടണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെയും ടെക്സ്റ്റ് 1 ഓട്ടോമാറ്റിക്കലി ബ്ലാങ്കായി വന്നിരിക്കുകയാണ്. അടുത്തതായി ഇതിനകത്ത് വേണ്ടത് ഒരു കമാൻഡ് ബട്ടനാണ്. കമാൻഡ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പിന്നെയും ടൂൾ ബോക്സിൽ ചെന്ന് അവിടെയുള്ള ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ടൂളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കമാൻഡ് ബട്ടൻ്റെ ഈ ടൂളാണ് നമ്മൾ കമാൻഡ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് ഒരു കമാൻഡ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു കമാൻഡ് ബട്ടൺ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഈ കമാൻഡ് ബട്ടൻ്റെ പേര് കമാൻഡ് 1 എന്നാണ്. ഈ കമാൻഡ് 1 എന്നുള്ള പേര് മാറ്റി നമുക്ക് ഷോ ഫാക്ടോറിയൽ എന്നാക്കണം. അതിനുവേണ്ടി നിങ്ങൾ പിന്നെയും പ്രോപ്പർട്ടീസ് വിൻഡോയിൽ ചെന്ന് ആ കമാൻഡ് 1ൻ്റെ ക്യാപ്ഷൻ എന്നുള്ള ഓപ്ഷൻ മാറ്റി ഷോ ഫാക്ടോറിയൽ എന്നാക്കണം. ഷോ ഫാക്ടോറിയൽ എന്നാക്കി കഴിഞ്ഞതിന് ശേഷം ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഷോ ഫാക്ടോറിയൽ എന്നാക്കണം. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെയും കമാൻഡ് ബട്ടൺ ഓട്ടോമാറ്റിക്കലി ഷോ ഫാക്ടോറിയൽ എന്നായിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഡിസൈൻ ഭാഗം പൂർത്തിയായിരിക്കുകയാണ്. അടുത്തതായി ഇതിൻ്റെ പ്രോഗ്രാം കോഡാണ് ടൈപ്പ് ചെയ്യേണ്ടത്. പ്രോഗ്രാം കോഡ് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ മണ്ടയ്ക്കുള്ള മെനുവിൽ ചെന്ന് വ്യൂ മെനു സെലക്ട് ചെയ്യുക. വ്യൂ മെനു സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ കോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നോട് പറയാം ഇവിടെ മണ്ടയ്ക്ക് ചെന്ന് ഫയൽ എഡിറ്റ് വ്യൂ മെനു ക്ലിക്ക് ചെയ്യുക. വ്യൂ മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ കോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ പ്രോഗ്രാം കോഡ് ടൈപ്പ് ചെയ്യാനുള്ള വിൻഡോ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഓട്ടോമാറ്റിക്കലി ജനറൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും സെലക്ട് ചെയ്ത് കിടക്കുന്നത്. നിങ്ങൾക്ക് കാണാം ആ ജനറൽ എന്ന് പറയുന്ന ഓപ്ഷൻ മാറ്റി കമാൻഡ് 1 ആക്കണം. അതിൻ്റെ കാരണം നമ്മൾ കമാൻഡ് 1ൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഫാക്ടോറിയൽ ലഭിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കമാൻഡ് 1ൻ്റെ ക്ലിക്ക് ഇവൻ്റ് ആണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് കാണാം ഇവിടെ കമാൻഡ് 1ൻ്റെ ക്ലിക്ക് ഇവൻ്റ് ഓട്ടോമാറ്റിക്കലി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് തുടങ്ങാം. ഞാൻ പ്രോഗ്രാം നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് പേസ്റ്റ് ചെയ്യുകയാണ്. ഇനി ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ പറയാം. ഇവിടെ dim f as double എന്ന് പറയുന്നിരിക്കുന്നത് ഇവിടെ dim f as double എന്ന് പറഞ്ഞിരിക്കുന്ന f എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ നമ്മൾ ഡബിൾ ഡാറ്റ ടൈപ്പായി ഡിക്ലെയർ ചെയ്തിരിക്കുന്നതാണ്. എന്നിട്ട് ആ f എന്ന് പറയുന്ന വേരിയബിളിന് നമ്മൾ 1 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു.
ഫോർ ഐ എന്ന് പറയുന്ന വേരിയബിൾ 1 എന്ന് പറയുന്ന ഈ എഫിൻ്റെ വാല്യൂ ആണ് 1 ടു വാല്യൂ ടെക്സ്റ്റ് ഫോർ ഐ ഈസ് ഈക്വൽ ടു 1 ടു വാല്യൂ ടെക്സ്റ്റ് 1 ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഐ എന്ന് പറയുന്ന വാല്യൂ 1 മുതൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ, അതാണ് വാല്യൂ ടെക്സ്റ്റ് 1 ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ആ ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂവിനെയാണ് വാൽ ടെക്സ്റ്റ് 1 ഡോട്ട് ടെക്സ്റ്റ് എന്നിവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ വാല്യൂ ഇൻറ്റു എഫ് എന്ന് പറയുന്ന വേരിയബിൾ ഇൻറ്റു ഐ, അതാണ് നമ്മളുടെ ഫാക്ടോറിയൽ. പിന്നെയും ആ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ലൂപ്പിൻ്റെ ഒരു വേരിയബിൾ ലൂപ്പിൻ്റെ ഒരു കണ്ടീഷൻ കൂടി നമ്മൾ കൊടുക്കണം. കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ MSG_BOX F എന്ന് പറയുന്നത് ഫാക്ടോറിയലാണ്, കണ്ടുപിടിച്ച ഫാക്ടോറിയലാണ്. ഫാക്ടോറിയൽ ഇവിടെ നമുക്ക് പറയാം, ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എഫ് ഇൻറ്റു ഐ ആണ്. അത് ഐ എന്ന് പറയുന്നത് 1 മുതൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ ആണ്. ആ ഫാക്ടോറിയൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് MSG_BOX F എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. MSG_BOX എന്ന് പറയുമ്പോൾ ഒരു മെസ്സേജ് ബോക്സ് പോലെ നമ്മൾ ആ കമാൻഡ് 1-ൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫാക്ടോറിയൽ ഒരു മെസ്സേജ് ബോക്സിൽ കൂടി നമ്മൾക്ക് ഡിസ്പ്ലേ ചെയ്യും. ആ ഫാക്ടോറിയൽ മെസ്സേജ് ബോക്സിൽ കൂടി ഡിസ്പ്ലേ ചെയ്യാനാണ് MSG_BOX പിന്നെ ഫാക്ടോറിയലിൻ്റെ വേരിയബിൾ എഫ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇത് റൺ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോ എന്ന്. റൺ ചെയ്യുവാൻ വേണ്ടി പിന്നെയും മണ്ടക്കത്തെ മെനുവിൽ ചെന്ന് റൺ മെനു ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് സ്റ്റാർട്ട് എന്ന് പറയുന്ന മെനു ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യണം. സ്റ്റാർട്ട് എന്ന് പറയുന്ന മെനു സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് F5 ഉപയോഗിച്ച് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ നമുക്ക് പ്രോഗ്രാം ലഭിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾക്ക് നമ്മളുടെ ഏതെങ്കിലും ഒരു നമ്പർ കൊടുത്ത് അതിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാം. 8 എന്ന് പറയുന്ന നമ്പറാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ഒരു മെസ്സേജ് ബോക്സ് പോലെ 40,320 എന്ന് പറയുന്ന കറക്റ്റ് വാല്യൂ തന്നെ നമുക്ക് ഫാക്ടോറിയലായി കിട്ടിയിരിക്കുന്നതെന്ന്. താങ്ക് യു.